ഈ ഇരുമുഖ നയം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇവിടെയും വേറെ വേഷത്തിലാവലാണോ? അതൊരു ഇരുമുഖ നയമാണോ? അള്ളാഹുവിന്റെ റസൂലാണോ ഉദ്ദേശിച്ചത്? അല്ല. അവിടെ ഒരാശയം, ഇവിടെ വേറൊരാശയം. അതിൻ്റെ ഇടക്ക് സുഹൃത്തുക്കളെ ഒന്ന് പറഞ്ഞോട്ടെ, ഈ തലമറക്കുക എന്നുള്ളത്, അവിടെ തലമറച്ചു, ഇവിടെ തലമറച്ചില്ല. ഈ തലമറക്കുക എന്നതിന് സുഹൃത്തുക്കളെ അതൊരു സുന്നത്താണ് എന്ന നിലക്കല്ല നമ്മൾ ഗൾഫ് നാടുകളിൽ തലമറക്കുന്നത്. ഇത് പറഞ്ഞുതരാം. തലമറക്കലിന്റെ പോരിശ വ്യക്തമാക്കുന്ന, അതല്ലെങ്കിൽ തലപ്പാവിന്റെ പോരിശ വ്യക്തമാക്കുന്ന എല്ലാ ഹദീസുകളും ഒന്നുകിൽ ദഈഫ് ആണ്, അല്ലെങ്കിൽ മൗദൂഅ് ആണ്. അഥവാ ഒന്നുകിൽ ദുർബലമാണ്, അതല്ലെങ്കിൽ വ്യാജമാണ്. തലപ്പാവിന്റെ പോരിശ വ്യക്തമാക്കുന്ന ഹദീസുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പിന്നെ എന്താണ് തലമറക്കുന്നതിന്റെ വിധി? എന്താണ്? അനുവദനീയമാണ്, അനുവദനീയമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ മറക്കാറുണ്ട്. നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പലപ്പോഴും പല സദസ്സുകളിലും മറക്കാറുണ്ട്, ഗൾഫിൽ മറക്കാറുണ്ട്. മറക്കാത്ത രംഗം ഗൾഫിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പൊ അതൊന്നും ഒരു സുന്നത്ത് എന്ന കാഴ്ചപ്പാടോടുകൂടിയല്ല എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അതേ അവസരത്തിൽ ഈ ബിദഈ കക്ഷികളുടെ വാദമനുസരിച്ച് തലമറക്കാത്തവൻ ഫാസിഖാണ്. തലമറക്കാത്തവനെ ഷഹാദത്തിന് അഥവാ സാക്ഷ്യത്തിന് പോലും കൊള്ളുകയില്ല. അവനെ നിസ്കരിക്കുമ്പോൾ ഇമാമത്ത് നിർത്താൻ കൊള്ളുകയില്ല. അത്രയും ഒരു വലിയ ദോഷമായി കാണുന്നു തലമറക്കാതിരിക്കുക എന്നത്. അത് ശരിയായ വീക്ഷണമല്ല. അതിന് സ്വഹീഹായ ഹദീസുകളുടെ പിൻബലമില്ല. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇയാൾ എന്തു ചെയ്തു? ഇയാൾ ഒരു തട്ടിപ്പ് നടത്തി. ഇയാൾ നടത്തിയ തട്ടിപ്പ് എന്താണെന്നറിയോ? ഇയാൾ പറഞ്ഞ് ദുബായിൽ വെച്ച്, ഈ ദുബായ് ഈദ്ഗാഹിൽ വെച്ചൊരു പരിപാടി നടന്നു. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, ദുബായ് ഈദ്ഗാഹിൽ വെച്ച് പെരുന്നാളിന്റെ അവസരത്തിൽ ഈ ഉള്ളവൻ അടക്കമുള്ള കുറെ ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി. 1.25 ലക്ഷത്തോളം ആളുകൾ ദുബായിലെ വിശാലമായ ഈദ്ഗാഹ് മൈതാനിയിൽ പങ്കെടുത്തു. ഒരു വലിയ പരിപാടി തന്നെയായിരുന്നു അത്. ദുബായിലുള്ള എല്ലാ ആളുകളോടും, അന്ന് അവിടെ സാന്നിധ്യത്തിലുണ്ടായിരുന്ന ആളുകളോടൊക്കെ, സന്നിഹിതരായിരുന്നവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. ആ പരിപാടി അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹിക്കെതിരെ കാർട്ടൂൺ വരച്ച ഡെൻമാർക്കിലെ ഏറ്റവും ദുഷിച്ച പ്രവർത്തനം ചെയ്തിട്ടുള്ള കക്ഷികൾക്കെതിരെ മുജാഹിദ് പ്രസ്ഥാനം അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗൾഫ് നാടുകളിലെ പ്രവർത്തന സംഘടനയായ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് പ്രസംഗിക്കുകയാണ് ഈ ഉള്ളവൻ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് സുഹൃത്തുക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരളിന്റെ കഷ്ടമാണ്. ഏതവസരത്തിലും മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പേരങ്ങ് കേൾക്കുമ്പോ മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം, ഞങ്ങളുടെ നേതാവിന്റെ പേരാണല്ലോ ആ കേട്ടത്, ഉടനെ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് പൊങ്ങി വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വന്തം ജീവന് വേണ്ടി ത്യജിച്ചാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ആദർശത്തെയോ അവിടുത്തെ വ്യക്തിത്വത്തെയോ കളങ്കപ്പെടുത്താൻ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് മുജാഹിദുകൾ. അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ദുബായിലെ വിശാലമായ ഈദ്ഗാഹിന്റെ മൈതാനിയിൽ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഈ ഉള്ളവന് അല്പനേരം സംസാരിക്കാനുള്ള ഒരവസരം കിട്ടിയപ്പോ അവിടെ വെച്ച് ഈ ഉള്ളവൻ പ്രസംഗിച്ചു. അവിടെ ആയിരക്കണക്കിന് സഹോദരിമാരും സന്നിഹിതരായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ഈ ഉള്ളവൻ പറഞ്ഞു, എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യകളോട് നമ്മൾ വിമുഖത കാണിക്കരുത്. റസൂലുള്ളാഹിയുടെ ചര്യയാണ് നമുക്ക് ഏറ്റവും മുന്തിയ ചര്യ. ആ ചര്യയെ നമ്മൾ ഒരിക്കലും അവഹേളിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് റസൂലുള്ളാഹിയുടെ മജ്ലിസിലേക്ക് ദീന് കേൾക്കാൻ വന്ന സ്വഹാബ വനിതകളോട് ആ വേഷത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി അങ്ങ് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ വേഷമായ മുൻകൈയും മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് വേണം പെണ്ണ് പുറത്തിറങ്ങാനെന്ന് ഇസ്ലാമിന്റെ വിഷയം അങ്ങ് പറഞ്ഞപ്പോ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹാബ പുരുഷന്മാരും അതുപോലെ തന്നെ സഹാബ വനിതകളുമൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. എന്നിങ്ങനെ സ്ത്രീകളുടെ വേഷത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ സ്ത്രീകളുടെ വേഷം പറയുന്നതിന്റെ മുമ്പായി പുരുഷന്മാരുടെ വേഷം, ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളും ശ്രദ്ധിച്ചോളൂ. നെരിയാണിക്ക് താഴെ തൂങ്ങുന്ന വസ്ത്രം
മനഃപൂർവ്വം നെരിയാണിക്ക് താഴെ ഒരാൾ വസ്ത്രം ധരിച്ചാൽ അത് മാ അസ്ഫല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നെരിയാണിക്ക് താഴെ തൂങ്ങിയത് ഫിന്നാർ, അത് നരകത്തിൽ തന്നെ എന്ന ഭാഗവും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വിശദീകരിച്ചപ്പോ ആ രണ്ട് സംഗതികളും പറഞ്ഞതിന്റെ ശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഇസ്ലാമിന്റെ ഈ വേഷം ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു മുൻകൈയും മുഖവും പിന്നെ പറയുന്നത്. ആ ഭാഗം ഇവിടെ വന്ന് പ്രസംഗിച്ച ഈ പേരോട്ടുകാരൻ എന്ത് ചെയ്തു എന്നറിയോ? സലഫി അതാ ദുബായിലെ ഈദ്ഗാഹിലെ ഗ്രൗണ്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു, എന്ത്? തലമറക്കൽ ഇസ്ലാമിന്റെ വേഷമാണ്. എങ്ങനെ? തലമറക്കൽ ഇസ്ലാമിന്റെ വേഷമാണ് എന്ന് ദുബായിൽ പ്രസംഗിച്ചു. സലഫി തന്നെ പറയുന്നത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ആരോപണം, ഞാൻ അതല്ല പറഞ്ഞത്. കാരണം അതിന്റെ ശേഷമുള്ള മുൻകൈയും മുഖവും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും എന്ന ഭാഗം മൂപ്പര് കട്ടു. എന്റെ പ്രസംഗത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അയാൾ കാണിച്ച കൃത്രിമം മനസ്സിലാക്കാൻ. അയാൾ തന്നെ പറയുന്നത് കേട്ടോ, സെൽഫിയൻ പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. അവിടെ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. കണ്ടോ? അവിടെ എത്തുമ്പോ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം എന്ന് പറഞ്ഞിട്ട് സലഫി തലമറക്കലിന്റെ കാര്യം പറയണമെന്നല്ലേ തെറ്റിദ്ധരിപ്പിച്ചത്. അയാൾ കേൾപ്പിച്ച അതേ CD-യിൽ തന്നെ ശ്രദ്ധിച്ചു കേട്ടാൽ അയാൾ ആ ക്ലിപ്പിന്ന് മുറിച്ചെടുത്ത ഭാഗം, CD-യിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗം നിൽക്കുന്നിടത്ത് അള്ളാഹു ഒരു വലിയ ഒരു പ്രത്യേക നിഅമത്താണ്, നിങ്ങൾ കൂട്ടിക്കോളൂ. മുൻകൈ എന്നുള്ളൊരു 3 കേൾക്കാൻ സാധിക്കുന്നത് അവിടെ മൂപ്പര് കട്ടിയത്. ഞാൻ സ്ത്രീകളുടെ വേഷ പറയുന്നത്, ഇയാൾ അത് എന്റെ തലമറക്കലായി ചിത്രീകരിച്ചു. ആ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ, ഈ അന്ത്രു കാണിച്ച കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകാൻ, ഞാൻ ഈ ഉള്ളവൻ ദുബായിൽ പ്രസംഗിച്ച അതിന്റെ പൂർണ്ണ രൂപം അയാൾ എവിടെയാണ് മുറിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ, ആ മുറിച്ച ഭാഗവും ഇയാൾ മുറിക്കാതെ ഇയാൾ ഒഴിവാക്കിയ ഭാഗവും അവിടെ പറഞ്ഞ ഭാഗവും കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങളെ കേൾപ്പിക്കാം. ശ്രദ്ധിച്ചോളൂ, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എവിടെയാണ് ആ റസൂലുള്ളാഹിയുടെ ഏറെ നിർദ്ദേശങ്ങളെയും അവിടുത്തെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ മുത്തുമണികളെയും സാംശീകരിക്കാൻ സ്വഹാബത്ത് കാണിച്ച താല്പര്യം എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. മുൻകൈയും മുഖവും ഒഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ടേ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ തവണ അങ്ങ് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ്വ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചില്ലേ? ഇയാൾ എവിടെ മുറിച്ചത്? ഒന്നും കൂടെ കേട്ടോളൂ. ഭാഗം ഇയാൾ മുറിച്ചവരുടെ മുൻകൈയും എന്ന ഭാഗം മുതൽ മൂപ്പരി മുറിച്ചു. ശ്രദ്ധിച്ചോളൂ, ഒന്നും കൂടെ കേൾക്കുക. ഈ കള്ളത്തരം മനസ്സിലാക്കാനാ ഒരു മലയാള പ്രസംഗത്തിലുള്ള CD-യിൽ നടത്തിയ കൃത്രിമം ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ഭാഗം ഒന്നുകൂടി കേൾക്കുക. ഇയാൾ മുറിച്ചത് എവിടെയാണ്, എന്ത് ലക്ഷ്യത്തിനാണ് മുറിച്ചത് എന്ന് മനസ്സിലാകും. ഒന്നുകൂടെ കേൾപ്പിക്കുമോ? അയാൾ തന്നെ പറയുന്നത് കേട്ടോ, സെൽഫിയൻ പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. മുൻകൈ എന്ന് കേൾക്കില്ലേ? മുൻകൈ നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കേൾക്കുന്നില്ലേ? മുൻകൈ അതെന്തിനാ ഇയാൾ കട്ടത്? മുൻ കേൾക്കുന്നുണ്ട്. മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ മുഴുവനും? എന്തിനാ അങ്ങനെ കക്കുന്നത്? ഇയാൾക്ക് ആ പ്രസംഗം മുഴുവൻ ഇവിടെ കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഈ വിഷയം നിങ്ങളൊന്ന് ശരിക്കും പഠിച്ചു വെക്കണം സുഹൃത്തുക്കളെ. നിങ്ങൾ നോക്കൂ, എന്താ ഇവിടെ നടത്തിയ കൃത്രിമം? അവിടെ പിടിച്ചോ നിങ്ങൾ. കിതാബിൽ കൃത്രിമം നടത്തി എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് തിരിയൂല. ഇതാ അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുമ്പോൾ തിരിയൂല. ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയുമ്പോൾ തിരിയൂല. കിതാബിൽ അട്ടിമറി നടത്തി എന്ന് പറയുമ്പോൾ തിരിയൂല. അങ്ങനെയൊക്കെയാണ് ചെയ്യോ. കാരണം മൂപ്പര് കണ്ടില്ലേ, അമ്മുമ്മയുടെ വേഷത്തിലൊക്കെ ഉള്ള ആളങ്ങനെ കണ്ടാൽ തോന്നും അങ്ങനെ നുണ പറയുന്നു തോന്നുന്നു. പക്ഷേ മൂപ്പര് നടത്തിയ കൃത്രിമങ്ങൾ കണ്ടില്ലേ? കട്ടതല്ലേ ആ ഭാഗം? എന്തിനാ പേരോടെ കട്ടത്? തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കട്ടതല്ലേ? ഈ പരിപാടി മുനാഫിക്കിന്റെ ലക്ഷണല്ലേ? ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്.